അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് അതിൻ്റെയൊക്കെ നല്ല വ്യൂസ് കിട്ടി. അതിനിടയിൽ അവിടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലം വ്യൂസ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യാറുണ്ടോ? ക്രിയേറ്റേഴ്സായ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എപ്പോഴും ഡിലീറ്റ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നമ്മൾ തെറ്റായ വീഡിയോസ് നമ്മൾ അറിയാതെ അപ്ലോഡ് ചെയ്യുന്ന ആ സമയത്തായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒന്നല്ലെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലൈമോ കോപ്പിറൈറ്റ് സ്ട്രൈക്കോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇനി അതുമൊന്നുമല്ല എങ്കിൽ നമ്മളൊരു 4-5 വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെയൊക്കെ നല്ല വ്യൂസ് കിട്ടി, അതിനിടയിൽ ഒരു വീഡിയോയ്ക്ക് മാത്രം വ്യൂസ് കുറവായി കാണുന്നു എന്ന് കരുതിയിട്ട് നമ്മൾ ആ വീഡിയോ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് ക്രിയേറ്റേഴ്സായ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാറുണ്ടോ? എന്നാൽ ഉറപ്പായിട്ടും ഉണ്ടാകും. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ലൈക്കും അതുപോലെ നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, ക്രിയേറ്റേഴ്സായ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ നിന്നും ഡിലീറ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ചാനലിന് ഉറപ്പായിട്ടും പ്രോബ്ലം ഉണ്ടാകും. ഏതൊക്കെ സാഹചര്യത്തിലാണ് ആ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്യേണ്ടത് എന്നും ഏതൊക്കെ സാഹചര്യത്തിൽ നമുക്ക് ആ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ള കാര്യവും നമുക്ക് നോക്കാം. കൂടുതലായിട്ടും ഈ പ്രോബ്ലംസ് ഉണ്ടാകുന്നത് പുതുതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിനാണ്. അവരുടെ ചാനലിൽ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യും, അതിനുപയോഗിച്ചിരിക്കുന്ന സോങ് അവർ മറ്റ് പ്ലാറ്റ്ഫോമിൽ നിന്ന് എവിടെന്നെങ്കിലും അവർ ഡൗൺലോഡ് ചെയ്തെടുത്തതാവും. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടും. പേടിച്ചവർ പെട്ടെന്ന് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഇനി മറ്റൊന്ന്, എവിടെ നിന്നെങ്കിലും ഡൗൺലോഡ് ചെയ്തെടുത്ത വീഡിയോ ഇല്ലെങ്കിൽ മറ്റൊരു ക്രിയേറ്ററിന്റെ വീഡിയോ ഒക്കെ ഡൗൺലോഡ് ചെയ്തെടുത്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് അവർ സ്ട്രൈക്ക് തരും. ഇനി അതുമല്ല, നമുക്ക് നമ്മുടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ടുള്ളതാണ് എങ്കിൽ യൂട്യൂബ് തന്നെ നമ്മുടെ ആ ഒരു കണ്ടന്റ് ബ്ലോക്ക് ചെയ്യുകയും നമുക്ക് സ്ട്രൈക്ക് തരികയൊക്കെയാണ് ചെയ്യുന്നത്. പുതിയ ക്രിയേറ്റേഴ്സ് ആ സ്ട്രൈക്ക് മാറുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ വീഡിയോ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ചാനലിൽ കിട്ടിയ സ്ട്രൈക്ക് ആ ഒരു വീഡിയോ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും 90 ദിവസം വരെ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ടാവും. ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയ സ്ട്രൈക്ക് ഒരുപക്ഷെ അബദ്ധവശാൽ കിട്ടിയതായിരിക്കാം. എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ യൂട്യൂബിന്റെ പോളിസിക്ക് എതിരായിട്ട് ഒരു കണ്ടന്റും ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്ത കണ്ടന്റ് നമ്മളുടേത് തന്നെയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് ആ സ്ട്രൈക്കിനെതിരെ അപ്പീലിന് പോകാൻ സാധിക്കുന്നതാണ്. ഇനി ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ഇതിനൊന്നും സാധിക്കുകയില്ല. ഇനി അതുപോലെ തന്നെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഒരു വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് ക്ലെയിം കിട്ടുകയാണെങ്കിൽ മോണിറ്റൈസ്ഡ് ആകാത്ത ചാനൽസിന് വലിയ കുഴപ്പമൊന്നുമില്ല. എന്നാൽ മോണിറ്റൈസ്ഡ് ആയ ചാനലിന് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീഡിയോയിൽ നിന്നും എത്ര പൈസയാണോ കിട്ടുന്നത് അതിന്റെ 90% കോപ്പിറൈറ്റ് ഓണർക്ക് പോകുന്നതാണ്. ഇനി മോണിറ്റൈസ്ഡ് ആകാത്ത ചാനലിന് കോപ്പിറൈറ്റ് കിട്ടിയിടാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ആ വീഡിയോസിന്റെയൊക്കെ കോപ്പിറൈറ്റ് മാറ്റിയതിനു ശേഷം നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി കോപ്പിറൈറ്റ് എങ്ങനെയാണ് മാറ്റേണ്ടതെന്നും ഏതൊക്കെ സെഗ്മെന്റ് ആണ് കോപ്പിറൈറ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് യൂട്യൂബ് തന്നിട്ടുള്ളത് എന്നുമുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് വേണമെങ്കിൽ ഞാൻ മുകളിൽ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോസ് ഒക്കെ കയറി കണ്ടിട്ട് നിങ്ങളുടെ ചാനലിൽ കോപ്പിറൈറ്റ് ഒക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് തനിയെ തന്നെ അത് മാറ്റാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാരണം പറയാം. നമുക്ക് അടുത്തടുത്ത് 1-2 വീഡിയോസിന് 1K വെച്ച് വ്യൂസ് കിട്ടി. പക്ഷെ അടുത്തതായിട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോസിന് നമുക്ക് 100 വ്യൂസേ കിട്ടിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചിലപ്പോൾ ആ ഒരു വീഡിയോ നമ്മുടെ ചാനലിന്റെ ഒരു ഇംപ്രഷൻ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഡിലീറ്റ് ചെയ്ത് പോവാറാണ് പതിവ്. ഇങ്ങനെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒരിക്കലും നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ചാനലിൽ നിന്നും വീഡിയോസ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ റീച്ച് നഷ്ടമാകും, യൂട്യൂബിൻ്റെ ഇംപ്രഷൻ കുറയ്ക്കും. നമുക്ക് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്നത് യൂട്യൂബിൻ്റെ റെക്കമെൻഡേഷനാണ്. അങ്ങനെ ചെയ്താൽ മാത്രമേ നമ്മുടെ വ്യൂസ് കൂടുകയുള്ളൂ, നമ്മുടെ ചാനൽ റീച്ച് ആവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അപ്ലോഡ് ചെയ്ത വീഡിയോ നമ്മുടെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ചെയ്യരുത്.
വളരെ റെയർ കേസിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്നും ഏതൊക്കെ സാഹചര്യങ്ങളിൽ നമ്മുടെ വീഡിയോസ് ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്നുമുള്ള കാര്യം. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് എന്തൊക്കെ സംഭവിക്കാം എന്നുള്ള കാര്യവും നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.